ഹലോ, എല്ലാവർക്കും ട്രേഡിംഗ് ഇൻസ്പയർ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടുള്ള ഒരു മാർക്കറ്റ് മൂവിംഗ് ആണ് ഇന്ന് നിഫ്റ്റിയിലും സെൻസെക്സിലും നടന്നത്. എല്ലാവരും ഇന്നൊരു തിരിച്ചുവരവ് മാർക്കറ്റിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ചില കാരണങ്ങളാൽ മാർക്കറ്റ് നല്ലൊരു താഴ്ചയിലേക്കാണ് മാർക്കറ്റ് കൂപ്പ് കുത്തിയത്. നിഫ്റ്റി ആയാലും സെൻസെക്സ് ആയാലും നല്ലൊരു തകർച്ചയിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ഏതാണ്ട് നിഫ്റ്റി 305 പോയിൻറ്റോളം താഴെയും സെൻസെക്സ് 1000-ഓളം പോയിൻ്റ് താഴെയും, പലപ്പോഴും 1000-ൻ്റെ മുകളിൽ പോയിട്ട് വന്നാണ് സെൻസെക്സ്. അതുപോലെ തന്നെ നിഫ്റ്റി 360 വരെ പോയിട്ടുണ്ട്. ഏതായാലും ചെറിയൊരു തിരിച്ചുവരവ് നടത്തുന്നുണ്ടെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിലും കൂടിയിട്ട് എന്താണ് നമുക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്നുള്ളതെന്ന് ചെറുതായിട്ട് രീതിയിലൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് ഇന്ത്യയിൽ നിന്ന് കുറച്ച് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് പിൻവാങ്ങിയതാണ് ഇന്ന് മാർക്കറ്റ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന ഒരഭിപ്രായം. അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യ ചുമത്തിയ നമ്മുടെ ബജറ്റിൽ ചുമത്തിയ ടാക്സ്, ഗുഡ്സ് ആൻഡ് സർവീസിന് ചെലുത്തിയ ടാക്സ് അത് കമ്പനികളെ ബാധിക്കുകയും അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ UK, US എന്നിവിടയിലൊക്കെ ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളുമില്ല. അപ്പം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ നിക്ഷേപിക്കാനുള്ള തീരുമാനത്തിലാണ്. അതുപോലെ തന്നെ ഇന്ത്യ 12.5% ടാക്സ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻസി ഡിപ്രീസിയേഷനാണ്. അതായത് നമ്മുടെ നാണയത്തിലുള്ള നാണയവിനിമയ നിരക്കിൻ്റെ കുറവ് 3 മുതൽ 4% വരെയാണ് ഇന്ന് നടന്നത്. അതുപോലെ തന്നെ US-ൻ്റെ ട്രഷറി ബോണ്ട്സ് ആഫ്റ്റർ റിസ്ക് ഫ്രീ 5% റിട്ടേൺ ഇതായിട്ട്. അതുപോലെ തന്നെ ഇത്തരം കാരണങ്ങളാണ് മാർക്കറ്റിനെ ഇന്ന് താഴോട്ട് തിരിച്ചു കൊണ്ടുപോകാനുള്ള മെയിൻ റീസൺസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് ചുമത്തിയ ടാക്സ് ആണ്. അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയുടെ മാർക്കറ്റിൽ നിന്നും പിൻവാങ്ങിയതും തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലുകളൊക്കെ കടന്ന് അപ്പുറം പോയിട്ടുണ്ട്. 23,000 വരെ നമ്മൾ 23,200 വരെ ഇന്നലെ പറഞ്ഞിരുന്നു. അവിടെ നിന്നും കടന്നിട്ടാണ് മാർക്കറ്റ് 23,000 പോയി ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. 23,068 ഇപ്പോൾ മാർക്കറ്റുള്ളത്. ഇത് മാർക്കറ്റ് ക്ലോസ് ആവുന്നതിൻ്റെ കുറച്ച് മുമ്പുള്ള ഒരു ഡാറ്റയാണ്. ഒരു 20 മിനിറ്റ് മുന്നേ ഉള്ള ഡാറ്റയാണ്. അപ്പം ഏതാണ്ട് ഇന്ന് ക്ലോസിങ് അങ്ങനെ ആയിരിക്കും. ഇനി നാളെ എന്താണെന്ന് സംഭവിക്കാൻ നോക്കാം. മിക്കവാറും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഫാൾസിൻ്റെയും വലിയൊരു കയറ്റത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു അപ്പിൻ്റെയും ശേഷം മാർക്കറ്റ് പിറ്റേ ദിവസം ഒരു കൺസോളിഡേഷനാണ് കീപ്പ് ചെയ്യാറ് സാധാരണ. കൺസോളിഡേഷൻ കീപ്പ് ചെയ്തിട്ട് ഏതാണ്ട് ഒരു ഉച്ച വരെ നമുക്കൊരു കൺസോളിഡേഷൻ പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം. രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ കൺസോളിഡേഷൻ എടുത്തുകൊണ്ട് മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് പോകാനാണ് സാധ്യത. അതല്ലെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതായാലും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്തവരൊക്കെ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. ഒരു ഫാളിങ്ങിന് പ്രതീക്ഷയില്ല എന്നാണ് ഇനിയും നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം 23,000 വന്നു. ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പോയാൽ മറ്റൊരാൾ സാധാരണ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരാറുണ്ട്. അങ്ങനെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സെൻസെക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഏതാണ്ട് ഇതേ ഒരവസ്ഥയാണെന്നുള്ളത്. 76,200 നമ്മുടെ ഒരു ലെവൽ വരുന്നത് സെൻസെക്സിൽ. 76,200. അതുപോലെ തന്നെ 77,400 ഒരു പോയിൻ്റ് വരുന്നത്. 77,400. പിന്നെ 75,400. ഈ ഒരു പോയിൻറ്റുകളിലൂടെയാണ് നാളെ മാർക്കറ്റ് പോകാൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ നാളെ ഒരു കൺസോളിഡേഷൻ എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ സെൻസെക്സും നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ ഒരു സെയിം കൺസോളിഡേഷൻ എടുത്തുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ചെറിയൊരു മൂവിങ്ങിന് ചാൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് ഡേ ആശംസിച്ച് നിർത്തുന്നു.